ഇറാനിനെതിരെയുള്ള യുദ്ധത്തിൽ അടിയന്തരമായി പുതിയ തന്ത്രങ്ങളും ആശയങ്ങളും തേടി അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡ് രംഗത്ത്. ആഴ്ചകളായി തുടരുന്ന കനത്ത വ്യോമാക്രമണങ്ങൾ കൊണ്ട് ലക്ഷ്യം കാണാൻ കഴിയാതെ വന്നതോടെയാണ് സൈന്യത്തിനുള്ളിൽ തന്നെ പരമ്പരാഗതമല്ലാത്ത പുതിയ വഴികൾക്കായുള്ള തിരച്ചിൽ സജീവമാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ആവശ്യമാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും ശിക്ഷിക്കാനും സർഗാത്മകവും പരമ്പരാഗതമല്ലാത്തതുമായ പുതിയ വഴികൾ ഞങ്ങൾ തിരയുകയാണ്. US സെൻട്രൽ കമാൻഡിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സൈനിക വിശകലന വിദഗ്ധർക്ക് അയച്ച ഇമെയിലിലെ വരികളാണിത്. ഇറാനെതിരെ ശക്തമായ പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടുപിന്നാലെയാണ് ഈ ഇമെയിൽ പുറത്തുവന്നത്. എന്നാൽ മേഖലയിൽ വീണ്ടും ഒരു വൻ യുദ്ധസാധ്യത ഒഴിവാക്കാൻ ഉന്നതതല നയതന്ത്ര ഇടപെടലുകൾ നടന്നു. പ്രധാനമായും സൗദി അറേബ്യയുടെ കിരീടാവകാശി ട്രംപിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും സാഹചര്യം ശാന്തമാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ ഇടപെടലിനെ തുടർന്നാണ് വാരാന്ത്യത്തിൽ നിശ്ചയിച്ചിരുന്ന ആക്രമണ നീക്കത്തിൽ നിന്നും ട്രംപ് താൽക്കാലികമായി പിന്മാറിയതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങളും ഇറാന്റെ ആണവ നിലയങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ചർച്ചകൾക്ക് വഴങ്ങാൻ ടെഹ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭൂഗർഭ താവളങ്ങൾ, ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ പോലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കേവലം ബോംബാക്രമണം കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് CIA, DIA എന്നീ US ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വ്യോമസേനയുടെ കരുത്തിന് അതിരുകളുണ്ട് എന്ന് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും അടുത്തിടെ പരസ്യമായി സമ്മതിച്ചിരുന്നു. ഇറാനിലേക്ക് പൂർണ്ണമായ ഒരു കരസേനാ ആക്രമണം നടത്തുക മാത്രമാണ് നിലവിലുള്ള ഏക വഴിയെങ്കിലും അത് ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. യുദ്ധത്തിൽ ഇതുവരെ 18 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. വിദേശ യുദ്ധങ്ങളിൽ അമേരിക്കൻ സൈനികരെ ബലി കൊടുക്കില്ല എന്ന തങ്ങളുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ ട്രംപിന് കഴിയില്ല. വ്യോമ പ്രതിരോധ മിസൈലുകളുടെ കുറവും സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഉണ്ടാകാനിടയുള്ള വൻ ജനനാശവും വാഷിംഗ്ടണിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.